ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 പൊട്ടാറ്റോ കൊണ്ട് ഉണ്ടാക്കുന്ന നല്ലൊരു ഈസി സ്നാക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോ 3 പീൽ ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഗ്രേറ്റ് ചെയ്യുന്ന മെഷീൻ്റെ വലിയ ഹോൾസ് കൂടെയാണ് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. കുറച്ച് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കത്തി വെച്ച് ആരും കട്ട് ചെയ്തെടുക്കരുത്. ആ സമയത്ത് കുറച്ചും കൂടി കട്ടി കൂടി പോകും. നമുക്ക് ഗ്രേറ്റ് ചെയ്താണ് കിട്ടേണ്ടത്. അപ്പം 3 പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ. ഞാനിനി എന്തെങ്കിലും ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇഫ്താറിന് പറ്റിയത് ഉണ്ടാവും തപ്പിയ സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ 3 ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കണം. ഒരു 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർക്കാം കേട്ടോ. നമ്മൾ ഈ മൈദ ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ ക്രിസ്പി ആവാറാണ്. ഈ സ്നാക്കിൻ്റെ പേര് ക്രിസ്പി പൊട്ടാറ്റോ എന്നാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാധാ മുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അളവ് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസാല ആയിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത് 3 ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ചേർക്കേണ്ടത് ഇതിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിൽ ഓയിലൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഞാൻ സാധാരണ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇത് ഇന്നലത്തെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പിയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഇഫ്താർ സ്നാക്കിനേക്കാളും ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. കാരണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പൊട്ടാറ്റോ ചിപ്സ് ഇഷ്ടപ്പെടുന്ന, അതുപോലെ നമ്മളെ പൂള ചിപ്സ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈവനിങ് സ്നാക്കിനാണ് ഇത് അടിപൊളിയായിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ റെഡിയാക്കി വെച്ച മാവുന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കട്ടെ, ഇഷ്ടത്തിനനുസരിച്ച്. നല്ല ഹാർട്ടിൻ്റെ ഷേപ്പിലോ അതും അല്ലെങ്കിൽ കള്ളിയിലോ ഒക്കെ നമ്മൾ ഷേപ്പ് എങ്ങനെ വേണമെങ്കിലും, അതിൻ്റെ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്ത് നല്ല മോഡലൊക്കെ ചെയ്തെടുക്കാം. ഞാൻ വെറുതെ കൈകൊണ്ട് ഇങ്ങനെ ലേശമായിട്ട് ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് തിരിച്ചു മറിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടാറ്റോനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടല്ല ഇതിൽ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്ക് തന്നെ 2-3 തവണ പൊരിച്ചെടുക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആളുകൾ എത്ര ഉണ്ടെന്നുള്ളതിനനുസരിച്ച് പൊട്ടാറ്റോൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ സംഭവം അപ്പുറം ഒക്കെ തിരിച്ചു മറിച്ചിട്ടെടുത്ത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കരിയാൻ നിൽക്കണ്ട, നല്ല ഇത് ചൂടാറിയാലും നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, മൈദ ചേർത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിതെല്ലാം കോരിയെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എന്നാലേ ഞാനിടുന്ന മറ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. ഞാനിത് മൊത്തം ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കഴിയുന്നവരൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഇമോജി ആയിട്ടെങ്കിലും ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.